സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദനാണെങ്കിൽ ഒരിക്കലും അഴിച്ചെടുക്കാൻ പറ്റാത്ത കുരുക്കിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കെവിനും ഇസബെല്ലയും കൂടി ഒന്നിനു പിറകെ ഒന്നായിട്ട് നന്ദനെ മാത്രം കെണിയിൽ അകപ്പെടുത്തുമ്പോൾ അവർ എൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളാണ്, എൻ്റെ നന്മ ഉദ്ദേശിച്ചാണ് അവരിതൊക്കെ പറയുന്നത് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് നന്ദനാണെങ്കിൽ സ്വന്തം ഭാര്യയോടും അച്ഛനെയും അമ്മയും വഞ്ചിച്ചുകൊണ്ടാണ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. കെ നായരുടെ പ്ലാന്റ് അനുവദിക്കണം എന്ന ആവശ്യവുമായി ത്യാഗരാജനും അതുപോലെ രാധാകൃഷ്ണനും സിദ്ധുവിനെയും അതുപോലെ ദേവിയെയും കണ്ട് സംസാരിക്കുന്നെങ്കിലും അവരുടെ വർത്താനം അംഗീകരിച്ചു കൊടുക്കുകയോ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ തയ്യാറെടുക്കുകയോ ചെയ്തിരുന്നില്ല സിദ്ധാർത്ഥൻ. എന്നാൽ ഒടുക്കം കെ നായർക്ക് ഇസബെല്ല വഴി നന്ദനെയും പ്രഭാവതിയെയും സ്വാധീനം ചെലുത്തി ദേവികയും കൊണ്ട് ആ പ്ലാന്റ് അനുവദിപ്പിച്ച് മേടിക്കുന്നുണ്ട്. എങ്കിലും രാധാകൃഷ്ണ മിനിസ്റ്ററിന് അതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ സാറിനോട് നല്ല അനിഷ്ടമുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് മന്ത്രിസഭയിൽ അംഗീകരിച്ച ഒരു ഫയൽ, മന്ത്രി ഒപ്പിട്ട ഫയൽ നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ സിദ്ധാർത്ഥൻ സാറിന് പങ്കുണ്ടെന്നും സിദ്ധാർത്ഥൻ സാറും കൂടി ചേർന്നാണ് ഈ അഴിമതിക്ക് കൂട്ടുനിന്നെന്നുള്ള രൂപത്തിൽ പറഞ്ഞു പരത്താൻ നോക്കുന്ന സമയം സിദ്ധു ആണെങ്കിൽ അതിന് ശക്തമായിട്ട് പ്രതികരിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു. മന്ത്രിക്ക് തന്നെ മനസ്സിലാകുമെന്നും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കും, ഇടനിലക്കാർ തനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ നേരിട്ട് മന്ത്രിയെ പോയി കാണുന്നുവെങ്കിലും രാധാകൃഷ്ണ മിനിസ്റ്റർ സിദ്ധാർത്ഥൻ സാറിനോടുള്ള പക മനസ്സിൽ വെച്ചുകൊണ്ട് അതിനു മുമ്പേ തന്നെ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറയുന്നു. കെ നായരുടെ പ്ലാന്റും അതുപോലെ ഈ മന്ത്രിസഭയിൽ മന്ത്രി ഒപ്പിട്ട ഫയൽ നഷ്ടമായതിനൊക്കെ പിന്നിൽ ചന്ദ്രോത്ത് വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹതയും അഴിമതിയും ഉണ്ടെന്നും മുമ്പത്തെ സിദ്ധാർത്ഥൻ സാറല്ല, സാർ ഒരുപാട് മാറിയിട്ടുണ്ടെന്നുള്ള രൂപത്തിൽ തെറ്റിദ്ധാരണ പരത്തി വെച്ചിരുന്നു. അതിൻ്റെ പിന്നാലെ നമ്മുടെ സിദ്ധു ആണെങ്കിൽ ചെന്ന് മന്ത്രിയെ കണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നഷ്ടമായ ഫയൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണമെന്നും 48 മണിക്കൂറിനുള്ളിൽ ആ ഫയലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രോത്ത് തറവാട് നേരിടാൻ തയ്യാറായിക്കോ. എന്തായാലും ചിലരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ദേവിക വെറും ഒരു ഡമ്മി MLA ആണ്, കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള കാര്യങ്ങളിൽ പോലും അധികാരം കൈയടത്തുന്നത് സിദ്ധു ആണെന്ന്. ഇപ്പോൾ എനിക്കും അതിൽ ചെറിയ സംശയമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സിദ്ധാർത്ഥൻ സാറിന് മനസ്സിലാകുന്നു ഇതാരായിരിക്കും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാകുക എന്നത്. അപ്പം അതിനെ തുടർന്ന് സിദ്ധു ആണെങ്കിൽ വീട്ടിൽ വന്ന് ആ ഒരു ദേഷ്യമൊക്കെ പ്രഭാവതിയോട് തീർക്കുന്നു. കാരണം ഇപ്പം സിദ്ധുവിനാണെങ്കിൽ പ്രഭാവതിയെയും അതുപോലെ നന്ദനെയും ഒക്കെ സംശയമുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച ഒരു അഴിമതിയാണ് അവർ രണ്ടുപേരും മുൻകൈയെടുത്ത് ദേവിയെയും കൊണ്ട് ചെയ്യിപ്പിച്ചത്. അതിനെ തുടർന്നാണ് ദേവികയുടെ ഇമേജിന് പോലും കോട്ടം തട്ടിയിരിക്കുന്നത്. ഒരിക്കലും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത MLA ആയിട്ട് പോലും ജനങ്ങളുടെ മുമ്പിലും പാർട്ടിയിൽ പോലും ദേവിക ഒരു മോശപ്പെട്ട MLA ആയി ചിത്രീകരിക്കാൻ കാരണക്കാർ ഇവരാണെന്നുള്ള കുറ്റബോധവും അതുപോലെ ഈ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ പ്രഭാവതിക്കോ അല്ലെങ്കിൽ നന്ദനോ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കുന്നു. അതിനെ തുടർന്ന് പ്രഭാവതിയോടും നന്ദനോടും മാറി മാറി ചോദിക്കുന്നുവെങ്കിലും നന്ദനെല്ലാം മറച്ചു വെക്കുകയാണ്. അപ്പം പ്രഭാവതി ഈ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ വീട്ടിൽ ആർക്കെങ്കിലും പങ്ക് കാണുമെന്ന് സിദ്ധാർത്ഥൻ സാറ് പറഞ്ഞതിനെ തുടർന്ന് നന്ദനോട് പോയി കാര്യം തിരക്കുന്നുണ്ട്. സത്യം പറ മോനെ, നീ എന്നോടൊരു കാര്യവും മറച്ചു വെക്കാറില്ലല്ലോ, ഈ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ മോൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ നന്ദനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. DYSP സാറിന് വേണ്ടിയിട്ടാണ് താൻ ഈ ഫയൽ മാറ്റിയതെന്നും അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് പകരമായിട്ട് ചോദിച്ചത് ഇങ്ങനൊരു കാര്യം എങ്ങനെ വേണ്ടെന്ന് വെക്കും. ഋഷിയുടെ കൊലപാതക കേസ് ഒതുക്കി തീർക്കാൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അരുന്ധതി മേഡത്തിൻ്റെ പരാതിയിൽ പോലും എന്നെ ഒറ്റുകൊടുത്തില്ല. അങ്ങനെയുള്ള സാറ് ഒരു കാര്യം ആവശ്യപ്പെടുമ്പം പ്രത്യേകിച്ചും ബെല്ലയുടെ അങ്കിളല്ലേ എങ്ങനെ വേണ്ടെന്ന് വെക്കുമെന്ന് പറയുമ്പം ഈ ഒരു പ്രശ്നം വലിയ ഗുരുതരമാകുമെന്ന മോനെ എനിക്ക് തോന്നുന്നത്. കാരണം കെ നായരുടെ പ്ലാന്റ് അനുവദിച്ചതിന് കാരണം സിദ്ധു ആണെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് പോലുമില്ല. ഇതും നീയാണ് ചെയ്തേ എന്നുള്ള കാര്യം കാണാൻ സിദ്ധു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പ്രഭാവതി പറയുന്നു. എന്തു വന്നാലും നമുക്ക് നേരിടാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദേവിക ഈ ഫയൽ നഷ്ടമായതിനെ തുടർന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ശാരികയുടെ ഈ ഒരു പ്രേമവും കൂടി. ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് പോലും തുറന്നു പറയാൻ പാട് കാണിച്ച് രഹസ്യമായി പ്രേമിക്കുന്നത് ഇനി വല്ല ചതിക്കുഴിയിലേക്ക് കാണാൻ വീഴാനാണോ എന്നുള്ള പേടിയിലാണ് രാധികയും മാധവനും അതുപോലെ തന്നെ മുരളിയും ദേവിയെയൊക്കെ. ശരിക്കും ദേവികയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ മുൻകൈയിട്ട് അല്ലെങ്കിൽ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന നന്ദൻ പോലും ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല. നന്ദനോടൊരു സങ്കടം പോലും പറയാൻ പറ്റാത്ത വിഷമത്തിൽ ദേവിക നിന്നുരുകുകയാണ്. ദേവി ഒടുക്കം ആ സത്യം കണ്ടുപിടിക്കുന്നുണ്ട്, ശാരിക ആരെയാണ് സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം. എന്ത് പറഞ്ഞാൽ പോലും
ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ശാരി ഉള്ളത്. കാരണം ചന്ദ്രോത്ത് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും MLA ആയ ദേവിയെ എല്ലാവരും കൂടിയിട്ട് കളിപ്പാവയാക്കി തട്ടിക്കളിക്കുന്നതും എല്ലാം കൂടി പറയുമ്പോഴത്തേക്കും ദേവിയുടെയും അതുപോലെ മുരളിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ വായടഞ്ഞു പോകുന്നു. ആ ഒരു സാഹചര്യം ശരിക്കും നമ്മുടെ ശാരി മുതലാക്കുന്നു എന്ന് തന്നെ പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഭാർഗവി ശാരിയുടെ ഈ ഒരു പെരുമാറ്റത്തിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഇങ്ങനൊരു വിശ്വാസവഞ്ചന ഉറപ്പായിട്ടും അവളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പലതവണ തൻ്റെ മനസ്സിൽ തോന്നിയതാണ്. എങ്കിലും ദേവികയുടെ സഹോദരിയല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞപ്പോൾ അവൾ ഇങ്ങനൊരു നാണക്കേടിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഗൗരിയാണെങ്കിൽ ആ വിഷയം നല്ല കാര്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് എന്തായാലും ഭാർഗവി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ചെല്ലുന്നില്ലെങ്കിലും രാധികയെ കാണുന്ന ഭാർഗവിയാണെങ്കിൽ ആ ഒരു ദേഷ്യമെല്ലാം രാധികയോട് തീർക്കുന്നു. നന്ദൻ ബെല്ലയും കെവിനെയും വിശ്വസിച്ച് ചെയ്യുന്ന ഓരോ മണ്ടത്തരവും നന്ദന് തന്നെ വിനയുണ്ടാക്കുന്ന രൂപത്തിൽ തെളിവുകളും എല്ലാ കാര്യങ്ങളും നന്ദനിലേക്ക് മാത്രം ആരോപിക്കാൻ പറ്റുന്ന രൂപത്തിനാണ് കെവിനും ബെല്ലയും നിൽക്കുന്നത്. പണ്ട് കൈവിട്ടു പോയ നന്ദനെ ഒന്നി സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഒരിക്കലും സന്തോഷത്തോടെ ദേവിയും നന്ദനും തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ ബെല്ല ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും നന്ദൻ്റെ കയ്യിൽ വിലങ്ങണിയിക്കാനുള്ള സാഹചര്യം എത്രയും പെട്ടെന്നാക്കുന്നു.